നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. വ്യഭിചാരശാലയ്ക്ക് പോലീസ് സുരക്ഷ തേടിയ വക്കീലിനെ കോടതി കുടഞ്ഞു. നെറികെട്ട വക്കീലന്മാരെ കോടതിയിൽ കയറ്റരുതെന്ന് ഹൈക്കോടതി. സംഭവം അരങ്ങേറിയത് ചെന്നൈ ഹൈക്കോടതിയിലാണ്. ഒരു അഭിഭാഷകനാണ് വ്യഭിചാരശാലയ്ക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലെത്തിയത്. കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ അഭിഭാഷകന് വയറ് നിറച്ചു കൊടുത്തുകൊണ്ട് ജഡ്ജി കേസ് അങ്ങ് തള്ളി. ഏതായാലും ഇത്തരത്തിൽ നെറുകെട്ട കേസുമായി ഹൈക്കോടതികളിലെത്തുന്ന വക്കീലന്മാർ അടുത്ത കാലത്തായി ആവശ്യത്തിലധികം കോടതി വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. ചെന്നൈ ഹൈക്കോടതിയിൽ വിവാദമായ ഈ കേസുമായി എത്തിയത് അഡ്വക്കേറ്റ് രാജമുരുകനാണ്. കേസിൽ വാദം കേട്ട ജസ്റ്റിസ് പുകഴേന്തിയാണ് മാന്യമായ ഭാഷയിൽ അഭിഭാഷകനെ ചീത്ത വിളിച്ചുകൊണ്ട് കേസ് തള്ളിയത്. ഇത്തരത്തിലൊരു കേസുമായി ഹൈക്കോടതിയിലെത്താൻ ചങ്കൂറ്റം കാണിച്ച ഈ അഭിഭാഷകന് പറ്റുമെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു ദേശീയ അവാർഡ് തന്നെ കൊടുക്കേണ്ടതാണ്. യാതൊരു നാണവും മാനവുമില്ലാതെ ചെന്നൈ ഹൈക്കോടതിയിൽ പരാതിയുമായി എത്തിയ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സാമാന്യ ബോധമുള്ള ആരെയും നാണിപ്പിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അഭിഭാഷകന് സ്വന്തമായി ഒരു സാമൂഹ്യ സേവനം നടത്തുന്ന ട്രസ്റ്റ് ഉണ്ടെന്നും ഇവിടെ 18 വയസ്സ് കഴിഞ്ഞ യുവതി യുവാക്കളടക്കം സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും എന്നാൽ ഈ പ്രവർത്തനം തടയുന്നതിന് പോലീസ് ശ്രമിക്കുകയാണെന്നും തനിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇതെല്ലാം ഒഴിവാക്കി ഈ വ്യഭിചാര കേന്ദ്രം നടത്തുന്നതിന് പോലീസ് സംരക്ഷണം തരണം എന്ന ആവശ്യവുമായിട്ടാണ് അഡ്വക്കേറ്റ് രാജമുരുകൻ കോടതിയിലെത്തിയത്. രാജമുരുകനെ സംബന്ധിച്ച് വ്യഭിചാരം എന്നത് സാമൂഹ്യ സേവനമാണ്. ഈ വ്യഭിചാര കേന്ദ്രത്തിൽ ലൈംഗിക വീഴ്ചയ്ക്ക് മാത്രമല്ല മറ്റ് ചികിത്സകൾക്കും സൗകര്യമുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഔഷധ കൂട്ടുകളടങ്ങിയ തൈലം പുരട്ടി കുളിക്കുവാനും ആരോഗ്യം സംരക്ഷിക്കുവാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മാത്രവുമല്ല ഈ വ്യഭിചാര കേന്ദ്രത്തിൽ വിദഗ്ധരുടെ കൗൺസിലിംഗും ഒരുക്കിയിട്ടുണ്ടെന്നും വക്കീൽ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വക്കീലിന്റെ വ്യഭിചാര കേന്ദ്രത്തിൽ എന്തിനുള്ള കൗൺസിലിംഗ് ആണ് നടക്കുന്നത് എന്ന കാര്യത്തിലാണ് സംശയം. കോടതിയിൽ കേസിന്റെ വാദം നടക്കുന്നതിനിടയിൽ വക്കീലിനെ ജഡ്ജി കാര്യമായി പരിഹസിച്ചു. മാത്രവുമല്ല യാതൊരു നിലവാരവുമില്ലാത്ത കോളേജുകളിൽ നിന്നും നിയമ പഠനം കഴിഞ്ഞെത്തുന്ന തരംതാണ സ്വഭാവക്കാരായ അഭിഭാഷകരെ എന്തിനാണ് ബാർ അസോസിയേഷൻ എൻറോൾമെന്റ് നടത്തിക്കുന്നത് എന്ന ചോദ്യവും ജഡ്ജി മുന്നോട്ട് വെച്ചു. ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എൻറോൾമെന്റിനെത്തുന്ന നിയമ പഠനം കഴിഞ്ഞവരുടെ സ്വഭാവം കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്ന നിർദ്ദേശവും ജഡ്ജി മുന്നോട്ട് വെച്ചു. ഇത് മാത്രമല്ല കോടതിയിൽ വ്യഭിചാരശാലയുടെ കേസുമായി എത്തിയ വക്കീലിന്റെ കോടതിയിലെ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ്, ബിരുദ പഠന സർട്ടിഫിക്കറ്റ്, ബാർ അസോസിയേഷൻ മെമ്പർഷിപ്പ് തുടങ്ങിയവ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുവാനും ജഡ്ജി നിർദ്ദേശിച്ചു. അവസാനിച്ചില്ല. അനാവശ്യ കേസുമായി എത്തിയ വക്കീലിന് 10,000 രൂപയുടെ പിഴയടയ്ക്കാൻ ഉത്തരവിട്ടുകൊണ്ടാണ് വക്കീലിന്റെ കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. സംഭവം നടന്നത് ചെന്നൈ ഹൈക്കോടതിയിലാണെങ്കിലും രാജ്യത്തുള്ള പല ഹൈക്കോടതികളിലും ഇത്തരത്തിലുള്ള ആശാസ്യകരമല്ലാത്ത കേസുകളുമായി വക്കീലന്മാർ കയറിയിറങ്ങുന്നുണ്ട്. യാതൊരു നീതിബോധവുമില്ലാതെ മുന്നിൽ വരുന്ന കക്ഷിയുടെ കേസിനകത്തുള്ള നീതിന്യായ ഘടകങ്ങൾ പോലും പരിശോധിക്കാതെ വക്കീൽ ഫീസ് എന്ന ഒറ്റ കാര്യത്തിൽ മാത്രം താല്പര്യം കാണിക്കുന്ന വക്കീലന്മാർ കേരളത്തിലുമുണ്ട്. കൊലപാതകികളുടെയും അതുപോലെയുള്ള ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ക്രിമിനലുകളുടെയും കേസുകൾ ഏറ്റെടുക്കുകയും അതുവഴി പബ്ലിസിറ്റിയും പണം വാരി കൂട്ടുകയും ചെയ്യുന്ന കേരളത്തിലെ ചില വക്കീലന്മാരുടെ പ്രവർത്തന രീതികൾ മലയാളികൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും വളരെ അവസരോചിതവും സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്നതും നീതിപീഠത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുന്നതിനും ഉതകുന്ന ഒരു വിധി തന്നെയാണ് ഈ കപട വക്കീലിന്റെ കേസിന്റെ കാര്യത്തിൽ ചെന്നൈ ഹൈക്കോടതി സ്വീകരിച്ചത്. ഈ തീരുമാനം പ്രഖ്യാപിച്ച ജഡ്ജിക്ക് മഹാത്മ ന്യൂസിന്റെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.